ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോൾമേറ്റ് എന്ന പടത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒബ്സഷൻ എന്ന സിനിമയും ഭയങ്കര ഹിറ്റായ ഒബ്സഷൻ എന്ന് പറഞ്ഞ പടമില്ലേ, ആ പടവും പിന്നെ ഈ കമ്പാനിയൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ മിക്സ് ചെയ്താൽ നമുക്ക് ഈ പടം കിട്ടും, സോൾമേറ്റ്. ഇത് രണ്ടും കണ്ടിട്ടില്ലെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ പടമില്ലേ, 5.25 ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ആ പടം തന്നെയാണ്. എക്സാക്ട്ലി അല്ല, ബട്ട് ഏകദേശം ആ പടം തന്നെയാണ് ഈ പടം. അതിലൊരു അച്ഛൻ മോനെ കിട്ടിയ പോലെയാണെങ്കിൽ ഇതിലൊരു ഭാര്യയല്ല, ഭർത്താവിന് ഒരു ഭാര്യ കിട്ടിയ പോലെയാണ്, ഒരു ഫ്രണ്ടിനെ കിട്ടിയ പോലെ, ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയ പോലെ, ഒരു സോൾമേറ്റിനെ കിട്ടിയ പോലെ. അതാണ് ബേസിക്കലി ഈ പടം. 1.25 ഇപ്പൊ 1:45 മേ ബി അത്രയുണ്ട് ഈ പടത്തിന്റെ റൺ ടൈം. പെട്ടെന്ന് തന്നെ തീരും. ആൻഡ് ഇതിൽ കുറേ ജോണർ ഉണ്ട് കേട്ടോ. ഇതിൽ സൈഫൈ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡ്രാമ ഉണ്ട്, പിന്നെ ഹോറർ ഉണ്ട്, ത്രില്ലിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് 18+ സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും മിക്സ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും ഈ സംഭവം കാണാൻ. ബട്ട് ഇതേ ജോണറയിലെ സംഭവങ്ങൾ വേറെ കണ്ടിട്ടുണ്ട്. ബട്ട് അതിൽ നിന്നും ഇത് ഡിഫറെൻ്റ് ആണെന്ന് വെച്ചാൽ അതെ, ബട്ട് കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. മോസ്റ്റ്ലി ഇതിൻ്റെ ഒരു ത്രില്ലിംഗ് എലമെന്റ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് എന്താ സംഭവിക്കുമെന്ന് നേരത്തെ അറിയാം. ഇത് മിക്കവാറും പണി കിട്ടും, അതേപോലെ തന്നെയാണ് പണി കിട്ടുന്നത്. ബട്ട് എങ്ങനെയൊക്കെ പണി തരും എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഇതിൽ അവർ ചെറുതായിട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയി കുറച്ച് ഡാർക്ക് എലിമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇതിന്റെ ചെറിയ പ്രിമിസ് ആയിട്ട് പറയുകയാണെങ്കിൽ, സോൾമേറ്റ് എന്ന് പറഞ്ഞ പരിപാടി, അങ്ങനത്തെ ഒരു കമ്പനി തുടങ്ങുകയാണ്. ആ കമ്പനിയിലൊരു മെയിൻ വർക്കറാണ് നമ്മുടെ നായകൻ. ആ നായകന് വളരെ ഡിപ്രസ്സാണ് ഇപ്പോൾ. പുള്ളി വളരെ ഡിപ്രസ്സാണ്. പുള്ളിയുടെ ഭാര്യ മരിച്ചുപോയി. നല്ല കാശും പരിപാടിയൊക്കെ ഉണ്ട്, കാരണം ആ ഒരു കമ്പനിയിലെ മെയിൻ ആളാണല്ലോ. പക്ഷേ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് ഇല്ല. വളരെ ശോകം ലൈഫ്. ഒറ്റക്കാണ് ജീവിക്കുന്നത്. ഭാര്യ പോയത് കാരണം ഇപ്പൊ ആരുമില്ല. അപ്പൊ പുള്ളിക്കാരന്റെ ഭാര്യയുടെ പഴയ മെസ്സേജസ് ഒക്കെ പുള്ളിക്കാരൻ വായിക്കും. എന്നിട്ട് ഫോൺ ചെയ്യുമ്പോൾ ഭാര്യയുടെ ഒച്ചയേക്കോല. എന്നിട്ട് പ്ലീസ് ലീവ് എ മെസ്സേജ് എന്നൊക്കെ ഭാര്യ പറയും. അത് കേൾക്കാൻ വേണ്ടി പാവം. എന്നിട്ട് ലാസ്റ്റ് മെസ്സേജ് പറയാൻ പോകുമ്പോൾ, ലാസ്റ്റ് മെസ്സേജാണ് കാരണം ഫുള്ളായി, ഇൻബോക്സ് ഫുള്ളായി. അങ്ങനെ ഫില്ലായിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മെസ്സേജ് വരുന്നത് മൊബൈലിൽ നിന്ന്. നമ്മുടെ സിറിയും നമ്മുടെ മെറ്റയും പോലെ ഈ ഒരു സംഭവം ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം, നമ്മൾ മിണ്ടിയില്ലല്ലോ എന്നൊക്കെ, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഈ സോൾമേറ്റ് എന്ന് പറഞ്ഞ ഈ ബോട്ട്. അപ്പൊ ഇത് ആദ്യം ചാറ്റ് വഴിയാണ് തുടങ്ങുന്നത്. ചാറ്റ് വഴി പേര് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു AI ആയിട്ട് സംസാരിക്കുക. ഇങ്ങനെ സംസാരിച്ച് പിന്നെ അതൊരു വിഷൻ പരിപാടിയായി. ഇവിടെ ഐഫോണിലൊക്കെ വെക്കുന്ന സംഭവം, ഒരു ഗോഗിൾസ് പോലെ സംഭവം, അങ്ങനത്തെ പരിപാടിയായി. അങ്ങനെ പയ്യെ പുള്ളിക്കാരന് ഇത് ഇൻട്രസ്റ്റ് ആയി. പുള്ളിക്കാരൻ ഈ ബോട്ടിനെ തന്നെ അങ്ങാട് ഓർഡർ ചെയ്യണം. അപ്പൊ ഈ ഓണറിന് ഇയാൾ ഇത് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം നീ ടെസ്റ്റ് ചെയ്യ്, എന്നിട്ട് നിനക്ക് വല്ല പോരായ്മ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ നീ തന്നെ അത് കറക്റ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് നീ തിരിച്ചതാ. അപ്പൊ പുള്ളി ആദ്യം ഇത് വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവസാനം പുള്ളി യെസ് ഞാൻ ഇത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് ഒരു കമ്പാനിയനെ കിട്ടിയ പോലെയായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ഈ റോബോട്ടിനെ അങ്ങോട്ട് ഓർഡർ ചെയ്യണം. റോബോട്ട് വന്ന് തുറന്നു നോക്കി, നല്ല മിടുക്കി പെൺകുട്ടി. ഇത് അഭിനയിച്ച നടി വളരെ ലുക്കാണ്, വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ അത് വന്നത് തന്നെ റോബോട്ട് ബെയർ സ്കിന്നായിട്ടാണ്. അത് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരനെ ഞെട്ടിപ്പോയി. എന്നിട്ട് പുള്ളിക്കാരൻ ഈ മൊബൈലിലെ എല്ലാ ഡാറ്റയും ഇതിലേക്ക് സിങ്ക് ചെയ്തു. അപ്പൊ സാറ എന്നാ പേരിട്ട്. സാറ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല. അല്ല, ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ ടൈം ചെലവഴിച്ചപ്പോൾ പുള്ളിക്കാരൻ മനസ്സിലായി, ഇല്ല ഇത് ഭയങ്കര റോബോട്ടിക് ആണ്, ഒരു AI ഫീൽ ഉണ്ട്. എനിക്ക് അത്ര ഫീൽ തോന്നില്ല. അപ്പൊ പുള്ളിക്കാരൻ കോഡിങ് പരിപാടിയാണല്ലോ. അപ്പൊ പുള്ളിക്കാരൻ കോഡിങ് ചെയ്ത് സംഭവം കുറച്ചുകൂടി ഹ്യൂമൺ ആക്കി. അപ്പൊ അത് ഇഷ്ടപ്പെട്ട പുള്ളി കുറച്ചുകൂടി ഹ്യൂമൺ ആക്കി. അപ്പൊ ആ സംഭവം പുള്ളിക്ക് അതൊരു ഹരമായി. ഈ കൂടുതൽ ഈ റോബോട്ടിനെ ഹ്യൂമൺ ആക്കും. കാരണം ഈ റോബോട്ടിനെ ഹ്യൂമൺ ആക്കുമ്പോൾ പുള്ളിക്കാർക്ക് കൂടുതൽ കണക്ട് ആവും. എല്ലാ രീതിയിലും പുള്ളിക്കാരൻ ഇതിനെ കണക്ട് ചെയ്യും. 80+ സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്ലഷർ പരിപാടിയും കുറച്ച് ഫണ്ണും കുറച്ച് റൊമാൻസും എല്ലാതുമായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ലൈഫ് പോവുകയാണ്. അങ്ങനെ ലൈഫ് പോയാൽ ബോറടിക്കില്ലേ? അപ്പൊ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും സ്പൈസ് വേണമല്ലോ. അത് ഈ പടത്തിലുണ്ട്. ആ ഒരു സ്പൈസ് ഉണ്ട്, എക്സ്ട്രാ സ്റ്റേക്ക് ഉണ്ട്. എന്തെങ്കിലും കാര്യം സ്മൂത്ത് ആയിട്ടോ എന്തെങ്കിലും ഒരു കാര്യം മോശമായിട്ട് സംഭവിക്കണം, അതേപോലെ സംഭവിക്കുന്നുണ്ട്. അതിനെ ഈ പെണ്ണ് നേരിടുന്നത്, അല്ലെ ഈ റോബോട്ട് പിന്നെ ഒരു ഒബ്സഷനായി മാറുന്നതും, പിന്നെ അതിൽ നിന്നുണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും. ആൻഡ് യൂഷ്വൽ ഞാൻ ഈ സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത് അതേക്കെ തന്നെയാണ് ഈ പടം പോകുന്നത്. പക്ഷെ പോകുന്ന രീതികൾ വളരെ ഡിഫറെന്റ്. ആൻഡ് ഇതിലെ ആക്ഷൻ കൊള്ളാം. ഇതിന്റെ കുറച്ച് 80+ സീനൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് എന്തോ പോലെ തോന്നി. ബട്ട് സ്റ്റിൽ. ആൻഡ് വയലൻസ് സീൻ വളരെ വയലന്റ് ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു എൻഡിങ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു എൻഡിങ് ആണ്. ബട്ട് അതിലേക്കുള്ളൊരു ജേണിയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. സിനിമയിലെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാം. ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറെ കഥയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ നമ്മളത് കാണുന്നു. വൈ? ബിക്കോസ് ആ ഒരു ജേണി, ആ പടത്തിലേക്ക്, ആ അത് എൻഡിങ്ങിലേക്ക് പോകുന്ന ആ ഒരു യാത്ര, അതെത്ര
ഇംപ്രസീവ് ആണെന്നാണ് നമ്മൾ ഇപ്പോൾ മെയിൻലി നോക്കുന്നത്. ഞാനും അത് തന്നെയാണ് നോക്കിയത്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ജേർണി ആൻഡ് ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഡെഫിനറ്റ്ലി ഒരു ഗുഡ് മൂവി തന്നെയാണ്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഹൊറർ, ത്രില്ലർ, റൊമാൻസ്, ഡ്രാമ, സൈഫൈ എല്ലാ സംഭവം ഉണ്ട്. ആൻഡ് ദ ആക്ടിങ് വാസ് ഓക്കെ. ഞങ്ങൾ ഓക്കെ, അത്യാവശ്യം നല്ല അഭിനയമൊക്കെയാണ്. പുതിയ ആൾക്കാരൊക്കെ തന്നെയാണ്. നമ്മുടെ ബോയ്സിലെ ഒരു പുള്ളിക്കാരി പടത്തിലുണ്ട്. പുള്ളിക്കാരിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ആൻഡ് യെസ്, അത് കൂടുതൽ കഥ പറഞ്ഞാൽ കൂടുതൽ സ്പോയിലർ ആയി. ബട്ട് എല്ലാ എലമെന്റും ഉള്ള പടമാണ്. റൊമാൻസ് ഉണ്ട്, 80+ സീൻ ആണെങ്കിൽ അതും ഉണ്ട്, ഡ്രാമയുണ്ട്, ത്രില്ലർ ഉണ്ട്, എന്നും കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. തുടക്കത്തിലെ കുറച്ച് മൊമെന്റ് ഒന്നും പടം ബിൽഡ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ ഒരു ചെറിയ ബോറിംഗ് ആയിട്ട് തോന്നും. പിന്നെ മ്യൂസിക് ഇല്ലായ്മ ബാക്ക്ഗ്രൗണ്ടിൽ അതൊരു ഭയങ്കര ഒരു അരോചകമായിട്ടും കുറച്ച് ബോറിംഗ് ആയിട്ട് ഫീൽ. ബട്ട് ആ ഒരു പ്രമിസ് ഇൻട്രസ്റ്റിംഗ് ആയത് കാരണം വീണ്ടും കണ്ടുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. സോ യാ, ദാറ്റ് ഈസ് മൈ റിവ്യൂ ഓഫ് സോൾമേറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് പുതിയ പരിപാടിയാണ്. ഇന്ന് മുതൽ ഇനി ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാവും. ഇതെനിക്ക് വളരെ കണക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഇതിലൊരു ഇമേജ് ഉണ്ട്, അതിനും ഒരു ഇമേജ് ഉണ്ട്, പക്ഷെ ബാക്കിൽ ഇരിക്കുന്ന സാധനത്തിന് ഒരു ഇമേജ് ഇല്ല. ആ ഇമേജ് ഇല്ലാത്ത കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യം എനിക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റിക്ക് ടു ദ പ്ലാൻ, നോട്ട് യുവർ മൂഡ്. കാരണം പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യുക, മൂഡിനല്ല. കാരണം ഇപ്പം എനിക്ക് വീഡിയോ ഇടാൻ തോന്നുന്നുണ്ടായില്ല. ബട്ട് ഈ ഒരു കാര്യം വായിച്ചതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ തോന്നി. കാരണം ഇത് ഈ ഒരു കാര്യം കാരണമാണ്, ഈ മൂഡില്ലാത്ത കാരണമാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ബട്ട് അത് തെറ്റാണ്. ഇതാണ് ചെയ്യേണ്ടത്. സ്റ്റിക്ക് ടു ദ പ്ലാൻ. പ്ലാനിങ് ഉണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീഡം ഈസ് എ ട്രാപ്പ്. അത് ഞാൻ വൈകിയാണ് മനസ്സിലായത്. ഫ്രീഡം കിട്ടണമെന്ന് നമ്മൾ കുറേ ആഗ്രഹിച്ച് ഫ്രീഡം കിട്ടിയിട്ട് ഇപ്പം എന്തായി? ലൈഫ് ഈസ് ഗോയിങ് ദ സെയിം. ബട്ട് ഫ്രീഡം ഒരു ട്രാപ്പാണ്. പ്ലാനിങ് ഉണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചെറിയൊരു ലൈഫ് ലെസൺ അറ്റ് ദി എൻഡ് ഓഫ് ദ വീഡിയോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.